പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 105-ാം സങ്കീർത്തനം അതിൻ്റെ 19-ാമത്തെ വാക്യം. അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയാൽ കുടുങ്ങുകയും ചെയ്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നാം വായിച്ച ദൈവം അവർ അവൻ്റെ കാലുകളെ എന്ന് പറയുമ്പോൾ അവർ യോസേപ്പിൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയാൽ കുടുങ്ങുകയും ചെയ്തു എന്നാണ് നാം ദൈവവചനം വായിച്ചത്. ഈ ദൈവവചന ഭാഗത്ത് ഈ സങ്കീർത്തനം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ ആ വിശ്വസ്തതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ ദൈവത്തെ ഇടപെടാതെ അന്വേഷിക്കുന്നു. അപ്പം ദൈവം തന്നെ ജനത്തെ കൈവിടുകയില്ല, തള്ളിക്കളയില്ല എന്ന് ഇസ്രായേലിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ക്ഷാമകാലത്ത് അമലിൽ ക്ഷേമമായി നമ്മെ പോറ്റുന്ന ദൈവമാണെന്ന് ഈ ചരിത്ര പുസ്തകം മുഴുവൻ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല, മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം വിടുവിക്കപ്പെടുന്ന അങ്ങനെ ഇസ്രായേലിൻ്റെ നല്ലൊരു ചരിത്രത്തെ ഈ ദൈവവചനത്തിനകത്ത് രേഖപ്പെടുത്തുമ്പോഴാണ് 105-ാം സങ്കീർത്തനത്തിൽ 19-ാമത്തെ വാക്യം പറയുന്നത്. അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയാൽ കുടുങ്ങുകയും ചെയ്തു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ മുകളിലോട്ടൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, എൻ്റെ അഭിഷേകത്തിനെ തുടരുത്, എൻ്റെ പ്രവാചകന്മാർക്കൊരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. അവൻ ദേശത്തൊരു ക്ഷാമം വരുത്തി അപ്പമെന്ന കോലിനെ ശേഷം ഒടിച്ചു കളഞ്ഞു. അവർക്ക് മുമ്പായി സ്തോത്രം അവൻ ഒരാളെ അയച്ചു, യോസേപ്പിനെ. അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയാൽ കുടുങ്ങുകയും ചെയ്തു. പിന്നെ തുടർന്ന ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇതിൻ്റെ ചരിത്രഭാഗങ്ങളും യോസേപ്പിനുള്ള ബന്ധത്തിൽ പിന്നീട് നടന്ന സംഭവങ്ങൾ നമുക്ക് തിരുവഴുത്തിലൂടെ വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. നാം തിരുവചനത്തെ ഓരോ ദിവസവും വായിക്കുമ്പോൾ വേദപുസ്തകത്തിലുള്ള സകല ദൈവവചന ഭാഗങ്ങളും മനുഷ്യനോട് ബന്ധപ്പെടുത്തി ദൈവം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് വിശുദ്ധ തിരുവഴുത്തിനകത്ത് നൽകുന്ന സകല വചനങ്ങളും നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നതാണ്. മാത്രമല്ല, നമ്മെ രൂപാന്തരപ്പെടുന്നതാണ്. നാം ദൈവത്തോട് അടുക്കുവാൻ കാരണമാകുന്നു. ഏതൊരു പാപിയെയും ദൈവത്തിലേക്ക് ചേർത്ത് നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട് കഷ്ടങ്ങളും തേജസ്സും. കഷ്ടങ്ങളും തേജസ്സും. കഷ്ടങ്ങൾ അനവധി കടന്നു വരുമ്പോൾ ദൈവ തേജസ് വെളിപ്പെടും എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം കഷ്ടങ്ങൾ എത്രമാത്രം ജീവിതത്തിൽ കടന്നു വന്നാലും ഹല്ലേലൂയ അതിൻ്റെ അപ്പുറത്തൊരു തേജസ് ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ നമുക്ക് പണിതെടുക്കാൻ കഴിയുള്ളൂ. പലരും വീണു പോകുന്നതിൻ്റെ കാരണം, പലരും തളർന്നു പോകുന്നതിൻ്റെ കാരണം എന്താണ്? ജീവിതത്തിൽ പലപ്പോഴും ദൈവമായിട്ട് ബന്ധമില്ലാതെ, ദൈവവചനത്തെ വിശ്വസിക്കാതെ സ്വന്തം തീരുമാനങ്ങൾ ഹല്ലേലൂയ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതുകൊണ്ട് പലരും പരാജയപ്പെട്ടു പോകുന്നു. സ്തോത്രം. പ്രിയരെ, നാം പരാജയപ്പെട്ടു പോകുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം വിജയത്തോടുകൂടി മുന്നേറണമെന്നുള്ളതാണ്. പരാജയം സാത്താനാണ് കൊണ്ടുവരുന്നത്, വിജയം ദൈവത്തിൻ്റെ മുമ്പിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവവചനം കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ വിജയിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകണം ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നത് സാത്താനാണ്. ഹല്ലേലൂയ. അപ്പം നിങ്ങൾക്കൊരു പരാജയം കടന്നു വരുമ്പോൾ അതിനപ്പുറത്തെ തേജസ്സിനെ നിങ്ങൾ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനപരമായ ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ദൈവത്തിൻ്റെ വചനമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നാം വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. അവർ യോസേപ്പിൻ്റെ കാലുകളെ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞ് യോസേപ്പിനെ കുറിച്ച് പോത്തിഫറിൻ്റെ ഭാര്യ പറഞ്ഞത് കേട്ടപ്പോൾ പോത്തിഫറിന് കോപം വരികയാണ്. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പറഞ്ഞ് സാത്താൻ ഇന്നും അനേകരുടെ ഹൃദയങ്ങളിൽ ഇതേപോലെയുള്ള പാതാളത്തിൻ്റെ അഗ്നിയെ കത്തിക്കും. ഹല്ലേലൂയ. പോത്തിഫറിൻ്റെ ഭാര്യയുടെ ഇഷ്ടപ്രകാരം ജോസഫ് വഴങ്ങിക്കൊടുക്കാഞ്ഞതുകൊണ്ട് ഹല്ലേലൂയ പോത്തിഫറിൻ്റെ ഭാര്യ പോത്തിഫറിനോട് പറഞ്ഞു കൊടുത്ത വ്യാജ പ്രചരണമാണ്, നുണപ്രചരണമാണ് പോത്തിഫറിന് യോസേപ്പിനോട് കോപം തോന്നാൻ കാരണം.
ഹല്ലേലൂയ, സ്തോത്രം. അതെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം ഈ ദൈവവചനത്തെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് പകൽ ഈ വചനം പറയുന്നത് പലരുടെയും നുണ പ്രചരണമാണ്, പലരുടെയും നാം നുണ കേൾക്കുന്നതാണ് മറ്റുള്ളവർക്ക് നിങ്ങളോട് കോപം വരാൻ കാരണം. മാത്രമല്ല, നാം മറ്റുള്ള നുണ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെയും ഉള്ളിൽ ഈ കോപത്തിൻ്റെ ആത്മാവ് വരാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അത് തികച്ചും നമ്മുടെ ഹൃദയത്തിൽ കോപം വരുന്നുണ്ടെങ്കിൽ സാത്താൻ കൊണ്ട് തരുന്നതാണെന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ദൈവവചനത്തോട് ചേരുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പം ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനം കാണാൻ കഴിയുന്നത് വിവിധ തലങ്ങളിൽ ആമീൻ പിശാച് മനുഷ്യൻ്റെ ഹൃദയത്തെ തകർക്കുവാൻ ശ്രമിക്കും. ഹല്ലേലൂയ. അതിൽ ഒന്നാമത്തെ കാര്യമാണ് മോഹം എന്ന് പറയുന്നത്. മോഹം എന്ന് പറയുന്ന പാതാളത്തിൻ്റെ അഗ്നിയെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കൊണ്ടിട്ടിട്ട് മനുഷ്യനെ തകർക്കുവാൻ പിശാച് പദ്ധതികൾ ഒരുക്കും. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനം നമുക്ക് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. 1-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം കാണും. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നുവെന്ന്. അല്ലെങ്കിൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുതെന്നാണ് ദൈവജനം പറയുന്നത്. അപ്പം മോഹം എന്ന് പറയുന്ന പാതാളത്തിൻ്റെ അഗ്നിയെ പിശാച് മനുഷ്യൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മെ പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ കാരണമാകും. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. മോഹം എന്ന് പറയുന്ന പാതാളാഗ്നിയെ പോത്തിഫറിന്റെ ഭാര്യയുടെ ഹൃദയത്തിൽ കയറിക്കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് യോസേപ്പിനെ വശീകരിക്കാൻ ശ്രമിച്ചപ്പോൾ യോസേപ്പ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറിയതാണ്. ഹല്ലേലൂയ. അവളുടെ ഉള്ളിൽ മോഹത്തിന്റെ അഗ്നി കത്തി അത് പോത്തിഫറിനോട് പറഞ്ഞ് പോത്തിഫറിന്റെ ഉള്ളിൽ യോസേപ്പിനോട് കോപം വരുത്തുന്നത്. ഹല്ലേലൂയ. അതേപോലെ മോഹം എല്ലാ സമയത്തും പാപം തന്നെയാണ്. ഹല്ലേലൂയ. നമുക്ക് ദൈവഹിതപ്രകാരം നമ്മൾ ആഗ്രഹിക്കുന്നതല്ലാത്ത ഏതും പാപം തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം 57-ാം അധ്യായവും 57-ാം 5-ാം വാക്യവും റോമറുടെ ലേഖനം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 1-27 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകനായ യെശയ്യാവ് 57-5 പറയുന്നു, റോമാലേഖനത്തിൽ 1-27 പറയുന്നതൊക്കെ നോക്കുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ കടന്നുകൂടുന്ന സാത്താൻ്റെ തന്ത്രങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. രണ്ടാമത്തെ കാര്യമാണ് അഹങ്കാരം എന്ന് പറയുന്ന അഗ്നി. ഹല്ലേലൂയ, സ്തോത്രം. അഹങ്കാരം നമ്മുടെ ഉള്ളിൽ കടന്നു വന്നാലും അവിടെയും നാം മതം പതിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അഹങ്കാരം എന്ന് പറയുന്ന അഗ്നി അല്ലെങ്കിൽ പോത്തിഫറിന്റെ ഭാര്യയുടെ മോഹം നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അവളിൽ അഹങ്കാരത്തിൻ്റെ അഗ്നി കത്തിപ്പടരുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഈ അഹങ്കാരത്തിൻ്റെ അഗ്നി പലപ്പോഴും നമ്മളിലും ആളിക്കത്തുവാൻ സാധ്യതയുണ്ട്. ഈ അഹങ്കാരത്തിൻ്റെ അഗ്നി നമ്മളിൽ ആളിക്കത്തുമ്പോൾ നാം ഓർത്തോണം, നാം ദൈവകൃപയിൽ നിന്ന് പിന്നോക്കം പോവുകയാണ്. ദൈവകൃപയിൽ നിന്ന് പിന്നോക്കം പോകാതിരിക്കണമെങ്കിൽ സദാസമയം നാം ദൈവത്തോട് ചേർന്ന് വസിക്കണം. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യമാണ് കോപം എന്ന് പറയുന്നത്. സ്തോത്രം. കോപത്തിന്റെ അഗ്നി അതും സാത്താൻ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുതരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം അയാൾക്ക് വായിക്കുമ്പോൾ ഹല്ലേലൂയ അത് വെളിപ്പെടുത്തി കാണുന്നുണ്ട്. 2 ശമൂവേലിന്റെ പുസ്തകം 13-21 വായിക്കുമ്പോൾ അബ്നോനും ഹല്ലേലൂയ അബ്സലോമിന്റെ ഹല്ലേലൂയ സഹോദരിയുമായുള്ള പാപം ഹല്ലേലൂയ അത് മുഖാന്തരം ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കോപത്തെക്കുറിച്ചും കാണാൻ കഴിയും. ഹല്ലേലൂയ. അതേപോലെ കോപം എന്ന് പറയുന്നത് മനുഷ്യനെ തളർത്തുന്ന കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങളാണ് യോസേപ്പിനെതിരെ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ്? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കോപം എന്ന് പറയുന്ന നരകാഗ്നി. ഹല്ലേലൂയ. സ്തോത്രം. അഹങ്കാരം എന്ന് പറയുന്ന, മോഹം എന്ന് പറയുന്ന നരകാഗ്നിയാണ് നിരപരാധിയായിരിക്കുന്ന യോസേപ്പിന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിച്ച് അവൻ ഇരുമ്പ് ചങ്ങലയാൽ കുടുങ്ങുവാൻ കാരണമായത്. ഹല്ലേലൂയ. സ്തോത്രം. അതേപോലെ മറ്റുള്ളവരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ അവർ ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഒരുപക്ഷെ അവർ മറ്റുള്ളവരുടെ മേൽ പഴിചാരുന്ന, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, അവരെ തടവിലാക്കുന്ന അനവധി സംഭവങ്ങൾ ഇന്ന് വിവിധ തലങ്ങളിൽ നാം പഠിച്ച ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ദൈവവചനം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവഭക്തന്മാരോടെയും പറയട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ഒരിക്കലും കോപത്തിന്റെ ആത്മാവ് പ്രവേശിക്കരുത്, മോഹത്തിന്റെ ആത്മാവ് നിങ്ങൾ വരരുത്. സ്തോത്രം. ആ കോപത്തിന്റെ അഗ്നി നിങ്ങളിൽ കത്തുവാൻ ഇടയാകരുത്. അപ്പം കോപവും അല്ലെങ്കിൽ ക്രോധവും അഹങ്കാരവും മോഹവും നിഗളങ്ങളൊക്കെ അത് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല, അത് തികച്ചും സാത്താൻ കൊണ്ട് തരുന്നതാണ്. ഒരു ഭക്തനെ തകർക്കുവാൻ, ഒരു ദൈവവചനെ തകർക്കുവാൻ പിശാച് ഇങ്ങനെ വിവിധമായ പദ്ധതികൾ കൊണ്ടുവരും. അല്ലെങ്കിൽ അവിടെയൊക്കെയാണ് പ്രിയരെ നാം ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ വചനം പറയുന്നത് അവർ
യോസേപ്പിനെ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയാൽ കുടുങ്ങുകയും എന്ന് ചെയ്തു എന്ന് ദൈവവചനം വായിക്കുന്നുണ്ട്. നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത്, നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അത് മുഖാന്തരം കഷ്ടം അനുഭവിച്ചാൽ അതിനെ അനുഗ്രഹമാക്കി തരുവാൻ ദൈവത്തിന് കഴിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നുകൂടി ഞാൻ ഭാഗം പറയാം. നാം കുറ്റം ചെയ്തിട്ട് അത് മുഖാന്തരം നാം കഷ്ടം അനുഭവിച്ചിട്ട് ദൈവസനിൽ എത്ര പ്രാർത്ഥിച്ചാലും അത് അനുഗ്രഹമായി മാറത്തില്ല. എന്നാൽ സ്തോത്രം, നിങ്ങൾ നന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ ആ കഷ്ടങ്ങൾ ക്ഷമയോടെ നിങ്ങൾ സഹിച്ചാൽ അത് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി തീരുമെന്നാണ് ദൈവവചനം രേഖപ്പെടുന്നത്. സ്തോത്രം. അതിനെക്കുറിച്ചും വിശുദ്ധ വേദപുസ്തകം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, 1 പത്രോസിന്റെ ലേഖനം ഹല്ലേലൂയ 2-ാം അധ്യായം സ്തോത്രത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 20-ാമത്തെ വാക്യം വായിക്കും കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് മഹത്വമാണുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. അല്ല, നിങ്ങൾ നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. ഹല്ലേലൂയ. അതേപോലെ നിങ്ങൾ നന്മ ചെയ്തിട്ടാണ് കഷ്ടം സഹിക്കുന്നതെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമാണെന്ന് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് പലപ്പോഴും നാം ദൈവവചനത്തെ നാം അനുസരിക്കാൻ കഴിയണം. അപ്പം ദൈവവചനം പറയുന്നത്, സ്തോത്രം, വീട്ടിലെ അടിമകളെ ഉദ്ദേശിച്ചാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്. ദൈവത്തെ ഭയപ്പെടുന്ന വിശ്വാസിയെ ഒരു അടിമ മൂർഖന്മാരായ യജമാനന്മാർക്ക് പോലും കീഴടങ്ങിയിരിക്കണമെന്നാണ് പത്രോസ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പം പ്രിയരെ, നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവവചനവും നമ്മളുമായി എത്രമാത്രം നമുക്ക് ബന്ധപ്പെടുത്തി ജീവിക്കാൻ കഴിയും, ദൈവവചനവുമായിട്ട് എത്രമാത്രം നമുക്ക് അടുത്ത് ജീവിക്കാൻ കഴിയും. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നാം ഈ കല്ലാത്ത ലോകത്തിലാണ്, വല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നാം എത്ര കാലം ഇവിടെ ജീവിക്കുന്നും എത്ര കാലം ഇവിടെ ഉണ്ടാകുമെന്നും അടുത്ത നിമിഷം നമ്മുടെ സ്ഥിതി എന്തായിരിക്കും നമുക്കറിയാൻ കഴിയില്ല. അതുകൊണ്ട് സ്തോത്രം, നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വിശ്വസ്തയോടുകൂടി നിൽക്കുന്നെങ്കിൽ, വിശ്വസ്തയോടുകൂടി നിന്ന് നിങ്ങൾ കഷ്ടം സഹിക്കുന്നെങ്കിൽ, നിങ്ങളെ ദൈവം മാനിക്കുക തന്നെ ചെയ്യും. അല്ല, നിങ്ങൾ കുറ്റം ചെയ്തിട്ടാണ് കഷ്ടം സഹിക്കുന്നതെങ്കിൽ അതിൽ ദൈവത്തിന് പങ്കാളിത്തം ഉണ്ടായിരിക്കില്ല. ഇവിടെ യോസേഫിനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്തോത്രം, നാം നന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ ആ കഷ്ടങ്ങളെ ക്ഷമയോടെ സഹിച്ചാൽ അത് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി തീരുമെന്നാണ് ദൈവവചനം പറയുന്നത്. അത് യോസേഫിന്റെ ജീവിതത്തിൽ നിരപരാധിത്വം ഉണ്ടായിട്ടും യോസേഫിനെ ക്രൂരമായി ഉപദ്രവിക്കുന്ന, ക്രൂരമായി ചങ്ങലയിൽ ഇരുമ്പ് തടവിലാക്കുന്ന അനുഭവങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് പകൽ നാം ദൈവത്തിൻ്റെ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് ചേർന്ന് വസിപ്പാൻ കഴിയണം. യേശുക്രിസ്തു പറയുവാൻ കാരണമായി തീർന്നത്, സ്തോത്രം, സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം നമുക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. 5-ാം അധ്യായം 11-12 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ചെയ്തിരുന്നുവല്ലോ എന്ന് ഈ ദൈവത്തിന് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതേപോലെ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ, നല്ല കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുമ്പോൾ പലപ്പോഴും ഉപദ്രവം അനുഭവിക്കേണ്ടി വരും. സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ ലോകം നിങ്ങളെ അംഗീകരിച്ചെന്ന് വരത്തില്ല, ലോകം നിങ്ങളെ ശ്രദ്ധിച്ചെന്ന് വരത്തില്ല. അതെല്ലാം നിങ്ങളുടെ മേൽ പഴിചാരുന്ന അനുഭവത്തിലേക്ക് വരും. അത് മുഖാന്തരം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് യോസേഫ് പോലും തടവിലാക്കപ്പെട്ടതുപോലെ ഒരുപക്ഷെ നിങ്ങളും അതേ അനുഭവത്തിലൂടെ കടന്നുപോയെന്ന് വന്നേക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് സകല പഴികളും കേട്ട് അവഹേളിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയുന്നതിന് അപ്പുറമായിരിക്കും അത്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ അത് സഹിക്കുവാൻ കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഭാഗ്യപദവിയിലെത്തുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം, പലരെയും കുറിച്ച് വലിയ പഴികളും ദുഷികളും പറയുമ്പോൾ പല മനുഷ്യർക്കും അത് താങ്ങാൻ കഴിയാതെ പലരും വീർപ്പുമുട്ടുന്ന, വിങ്ങിപ്പൊട്ടുന്ന, ഹൃദയം വേദനിക്കുന്ന അനുഭവങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ അതിന് ക്ഷമയോടുകൂടി നേരിടുന്നെങ്കിൽ സ്തോത്രം, നിങ്ങൾ ഭാഗ്യവാന്മാരെന്നാണ് ദൈവവചനം പറയുന്നത്. സ്തോത്രം. അതേപറ്റി
ദൈവത്തിന് വിശ്വസ്തയോടുകൂടി നിൽക്കുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നത്. ദൈവം നമ്മുടെ കർത്താവ് ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും, നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹങ്ങളെയും പകരുന്ന ദൈവവചനം വായിക്കുമ്പോൾ നാം അതിനു വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതേപോലെ നാം ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ദൈവം നമ്മെ നടത്തുന്ന വഴികളിൽ വളരെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങൾ കൊണ്ട് നേരിട്ടതാണ്. അതിനെ നാം എന്ത് ചെയ്യണം? നാം സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ കഴിയണം. കർത്താവ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രവാചകന്മാരും ഈ കഷ്ടത അനുഭവിച്ചവരാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അടക്കം സകല പ്രവാചകന്മാരും കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നു വന്നവരാണ്, കഷ്ടതയെ സഹിച്ചവരാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആദിമസഭയുടെ ഹല്ലേലൂയ ചരിത്രം നാം പഠിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ അപ്പോസ്തലന്മാരടക്കം അനവധി പിതാക്കന്മാർ കഷ്ടതയുടെ തീച്ചുളയുടെ കടന്നുപോയ സാഹചര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിന്റെ ഭാഗമായി ഞാനും നിങ്ങൾ ഈ ഭൂമി നിൽക്കുമ്പോൾ, ഒരു ക്രിസ്തു ഭക്തനായിട്ട് നിൽക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിന് സാക്ഷരതയോടെ നമ്മൾ ഇതിനെയൊക്കെ ക്ഷമിക്കുവാൻ കഴിയണം. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ കർത്താവ്, നിങ്ങളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ കർത്താവ്, അതേപടി നാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവമായിട്ട് അടുത്ത് വസിക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പോലും പറയുന്നത്, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അതേപോലെ യോസേപ്പ് കണ്ടത് സ്വപ്നം മുഖാന്തരം യോസേപ്പിൻ്റെ സഹോദരന്മാർ യോസേപ്പിനെ വെറുക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആ വെറുപ്പ് പിന്നീട് യോസേപ്പ് ചെന്ന് പറ്റുന്നത് കാരാഗ്രഹത്തിലാണ്. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്ത് പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തെ നേരിടുമ്പോൾ നിങ്ങൾ തകർന്നു പോകാതെ നിങ്ങൾ വിശ്വസ്തയോടുകൂടി ദൈവത്തിന് ഉറപ്പോടുകൂടി നിൽക്കുന്നെങ്കിൽ സ്തോത്രം, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ നിങ്ങൾ തകർക്കുവാൻ പിശാച് പലവിധമായ പദ്ധതികളുമായി വരുമ്പോൾ പലരും നിങ്ങൾക്ക് നേരെ കോപാഗ്നിയോടുകൂടി അഹങ്കാരത്തോടുകൂടി ഹല്ലേലൂയ കോപത്തോടുകൂടി നിങ്ങൾക്ക് നേരെ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നിങ്ങളത് കണ്ട് ഭാരപ്പെട്ടു പോകരുത്. അവിടെയെല്ലാം നിങ്ങൾക്ക് യോസേപ്പിനെ പോലെ താഴ്ത്തി കൊടുക്കുന്നെങ്കിൽ ആ കഷ്ടതയുടെ അപ്പുറത്ത് സ്തോത്രം ഒരു തേജസ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പം കഷ്ടതയ്ക്ക് അപ്പുറത്തൊരു തേജസ് ഉണ്ടെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് ഏത് ഭക്തന്റെ ജീവിതത്തിലും സ്തോത്രം കഷ്ടങ്ങൾ കടന്നു വരുന്നത് അവനെ മഹത്വത്തിലേക്ക് ദൈവം കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ പ്രിയരെ സ്തോത്രം, നാം ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയട്ടെ. നാം ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയണം. ഇവിടെ യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങൾ എന്നെ കാണും, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ജീവിക്കും. അതേപോലെ നമ്മുടെ കർത്താവിനെ നമ്മൾ കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് നാം ജീവിക്കും. അതുകൊണ്ട് ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും നിങ്ങൾ മടുത്തു പോകാതെ, നിങ്ങളുടെ ധൈര്യം ക്ഷീണിച്ചു പോകാതെ നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായി മാറണം. ഹല്ലേലൂയ സ്തോത്രം. അപ്പം ദൈവവചനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആശ്വാസത്തിൻ്റെ അനുഭവങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ രക്തം ചെയ്യാം. ഹല്ലേലൂയ. ജീവിതത്തിൽ നിരാശയുടെയും ദുഃഖത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും നടുവിലൂടെ കടന്നു പോകുന്ന എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഹല്ലേലൂയ നിങ്ങൾ ഇങ്ങനെയുള്ള ചില കഷ്ടങ്ങൾ സഹിക്കുന്ന വ്യക്തിയായിരിക്കാം. മറ്റുള്ള മുമ്പിൽ മറ്റുള്ള കോപവും അവരുടെ ക്രോധവും അവർക്ക് നിങ്ങളോടുണ്ടാകുന്ന ആ വലിയ വിദ്വേഷമൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആ കഷ്ടതകൾ കടന്നു വരുമ്പോൾ നിങ്ങൾ അവിടെ സഹിഷ്ണുതയോടെ എന്നെ നേരിടണം. ഹല്ലേലൂയ സ്തോത്രം. യോസേപ്പ് എല്ലാ കാര്യങ്ങളും സഹിഷ്ണുതയോടുകൂടി നേരിട്ടത് കൊണ്ടാണ് യോസേപ്പിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമായത്. അതേപോലെ പല എടുത്തുചാട്ടങ്ങൾ നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകും, പല എടുത്തുചാട്ടങ്ങൾ നമ്മെ അപകടത്തിലേക്ക് കൊണ്ടുപോകും, പല എടുത്തുചാട്ടങ്ങളും അത് നമ്മെ വീണ്ടും നമ്മെ ദോഷത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണമുണ്ട്. പലരും ഇന്നും എഴുന്നേൽക്കുവാൻ കഴിയാതെ തളർന്ന് കിടക്കുന്നതിൻ്റെ കാരണം എന്താണ്? മനസ്സ് മരവിച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഹൃദയം ക്ഷീണിച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവർക്ക് നേരെ കടന്നു വരുന്ന വെല്ലുവിളികൾക്ക് നേരെ അവർക്ക് പ്രതികരിക്കുവാൻ അവർ സ്വയം പ്രതികരിക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് അതിനോട് ചേർത്ത് നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ യോസേപ്പ് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ
അല്ലെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പം അവൻ്റെ കാലുകളെ വിലങ്ങ് കൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയാൽ കുടുങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയരെ, ഇതേപോലെയുള്ള സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ യോസേഫ് ഈ കഷ്ടങ്ങളൊക്കെ അനുഭവിച്ചാൽ, ഈ പ്രതിസന്ധികളൊക്കെ താൻ തരണം ചെയ്യേണ്ടി വന്നാലും പിന്നെ ദൈവം തന്നെ മഹത്വത്തിലേക്ക് കൊണ്ടുവരുന്ന കാണാൻ കഴിയുന്ന സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്ന അവൻ്റെ പ്രഭുക്കന്മാരുടെ ഇഷ്ടപ്രകാരം ബന്ധിച്ചുകൊള്ളുവാനും അവൻ്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുപ്പാനും തൻ്റെ ഭവനത്തിൽ അവനെ കർത്താവും തൻ്റെ സർവ്വസമ്പത്തിനും അധിപതിയുമായി നിയമിച്ചു. അപ്പോൾ ഇസ്രായേൽ മിസ്രയീമിലേക്ക് ചെന്നു. യാക്കോബ് ഹാമിൻ്റെ ദേശത്ത് പാർത്തു. ദൈവം തൻ്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരികളെക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു എന്ന്. അതേ സ്തോത്രം. ഹല്ലേലൂയ. അത് യോസേഫിൻ്റെ ജീവിതത്തിലെ സഹിഷ്ണുതയും യോസേഫ് ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളാണ് പിന്നീട് യോസേഫിൻ്റെ കുലങ്ങളൊക്കെ ആ ദൈവ തേജസ് ദൈവിക സന്തോഷം അനുഭവിക്കാൻ കാരണമായത്. അതുകൊണ്ട് ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഹല്ലേലൂയ, യോസേഫിൻ്റെ അവസ്ഥയിലേക്ക് നിങ്ങൾ നോക്കിയാട്ട് ഹല്ലേലൂയ സ്തോത്രം. അപ്പൻ്റെ വീട്ടിൽ നിന്നും അവൻ്റെ പൊട്ടക്കുഴിയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകേണ്ടി വന്നു. സ്തോത്രം. അപ്പൻ്റെ വീട്ടിൽ നിന്ന് സഹോദരന്മാരെ അന്വേഷിക്കാൻ പോയതാണെങ്കിൽ സഹോദരന്മാരെ അന്വേഷിക്കാൻ പോയ യോസേഫിൻ്റെ സ്ഥിതി എന്തായത്? പൊട്ടക്കുഴിയുടെ അവസ്ഥയിലേക്ക് വന്നു. ആ പൊട്ടക്കുഴിയിൽ നിന്ന് അവനെ പിന്നീട് അവർ വലിച്ചു കയറ്റി എന്ത് ചെയ്തു? അടിമയായി വിൽക്കപ്പെട്ടു. ഹല്ലേലൂയ. അവൻ പോത്തിഫറിൻ്റെ വീട്ടിലേക്ക് ചെല്ലേണ്ട സ്ഥിതി വന്നു. അവിടെ നിന്നും അന്യായമായി കുറ്റം ചാർത്തപ്പെട്ട് ഭയങ്കരമായ കാരാഗ്രഹത്തിലേക്ക് വന്നുവെന്നാണ് ദൈവവചനം വായിക്കുന്നത്. അതേ പ്രിയരെ സ്തോത്രം. യോസേഫ് 3 സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഒന്ന്, അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് അവൻ സഹോദരന്മാരെ അന്വേഷിക്കാൻ വന്നതുകൊണ്ട് അവന് ലഭിച്ചത് പൊട്ടക്കുഴി. ഹല്ലേലൂയ. അവിടെ നിന്നും അവരെ അടിമയായിട്ട് വിൽക്കുന്നു. അടിമയായി വിറ്റിട്ട് അവൻ പോത്തിഫറിന്റെ ഭവനത്തിൽ ചെല്ലുന്നു. അവിടെ നിന്നും കാരാഗ്രഹത്തിലേക്ക് ചെല്ലുന്നു. അത് ഇങ്ങനെയുള്ള ചില കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള ചില പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, നിങ്ങൾ അതിനു മുമ്പ് തളർന്നു പോകരുതെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവിന്റെ ശിഷ്യന്മാരിക്കുന്ന അപ്പോസ്തലന്മാർ കടന്നുപോയി അനവധി പാതകൾ. പത്രോസ് ചങ്ങലയാൽ ബന്ധിക്കപ്പെടുന്നു, പൗലോസ് ചങ്ങലയാൽ ബന്ധിക്കപ്പെടുന്നു, ശീലാസ് ചങ്ങലയാൽ ബന്ധിക്കപ്പെടുന്നു. ആ കർത്താവിനെ സ്നേഹിച്ച അപ്പോസ്തലന്മാർ ആദിമസഭയിൽ ഉണ്ടായിരുന്ന പിതാക്കന്മാരെല്ലാം വിവിധമായ കഷ്ടതയുടെ കടന്നുപോയപ്പോൾ ഹല്ലേലൂയ, ദൈവം അവരോട് കൂടെ ഇരുന്ന് അവരെ വിടുവിച്ച ചരിത്രങ്ങളെല്ലാം നമുക്ക് പുതിയ നിയമത്തിൽ വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവർ, ഈ സ്നേഹിതരെ, ഇതേപോലെയുള്ള അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുതെന്നാണ് ദൈവത്തിന് വചനം വായിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ നോക്കിയ ജോസഫിൻ്റെ അവസ്ഥകൾ എത്ര ശോചനീയമാണ്. നാളുകൾ കഴിയും തോറും, നാളുകൾ പോകും തോറും യോസഫിൻ്റെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അത് നാം ഈ രോഗികളെയൊക്കെ ആശുപത്രി കൊണ്ട് സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ പറയും ആ വ്യക്തിയുടെ സ്ഥിതി വല്ലാത്ത വഷളായിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും പറയാറായിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ യോസേഫ് തൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ഇറങ്ങി പുറപ്പെട്ട് സ്തോത്രം ഹല്ലേലൂയ സഹോദരന്മാരെ കാണാൻ ചെന്നത് തൊട്ട് തൻ്റെ സ്ഥിതി വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതേപോലെ ചില സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ചില സാഹചര്യം നമ്മുടെ ഈ സ്ഥിതി അതുപോലെ ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കും. പക്ഷേ അവിടെ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത് സ്തോത്രം നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന് ഇരിക്കുന്നെങ്കിൽ, പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന് ആയിരിക്കുന്നെങ്കിൽ സ്തോത്രം ദൈവം നമ്മെ മാനിക്കുവാൻ കാരണമാകും. അല്ലെങ്കിൽ സ്തോത്രം അവിടെയെല്ലാം ജോസഫിൻ്റെ അവസ്ഥയെ അല്ലിയ വളരെ മോശമായി മാറുന്തോറും യോസഫിൻ്റെ ആദരങ്ങൾ ദൈവത്തോട് പിറുപിറുക്കുന്നില്ല. സ്തോത്രം. ഇവിടെ നാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ജോസഫ് ഈ സാഹചര്യങ്ങളും ദൈവത്തോട് പിറുപിറുക്കുന്നില്ല. അത് ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, രക്തജയം, നിങ്ങളുടെ സാഹചര്യങ്ങൾ എത്ര വഷളായി മാറിയാലും, നിങ്ങൾക്ക് നേരെ എത്ര പ്രതിസന്ധികൾ കടന്നു വന്നാലും, പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, നിങ്ങളുടെ ആദരങ്ങൾ ഒരിക്കലും ദൈവത്തിന് പിറുപിറുക്കുവാൻ കാരണമാകരുത്. സ്തോത്രം ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ കഴിയണം. കാരണം അവൻ കർത്താവിനെ ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. അവന് കർത്താവിനെ കുറിച്ച് വളരെ ബോധവാനായിരുന്നു. അത് യോസേഫ് ഒരിക്കൽ പോലും കർത്താവിനെ ചോദ്യം ചെയ്യാതെ കർത്താവിനെ കുറിച്ച് വളരെ ബോധവാനായിരുന്നതുകൊണ്ട് യോസേഫിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് 91 സങ്കീർത്തന സ്തോത്രം ഹല്ലേലൂയ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അതെ, യോസേഫിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ കാരാഗ്രഹത്തിന്റെ അനുഭവമാണെങ്കിലും ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനാണെങ്കിലും അല്ലെങ്കിൽ യോസേഫ് ദൈവത്തോട് പറ്റിയിരിക്കുന്നത് കൊണ്ട്
ഹല്ലേലൂയ. യഹോവയായ ദൈവം കർത്താവായ യേശു പറയുന്നത്, ഞാൻ അവനെ വിടുവിക്കും. ഹല്ലേലൂയ. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അതെ, ഇന്ന് പകൽ ദൈവവചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് പറ്റിയിരിക്കുന്നെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിന് നിങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ദൈവത്തോട് പറ്റിയിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഏത് പ്രതികൂലത്തൂടെ കടന്നുപോയാലും ദൈവം നിങ്ങളെ വിടുവിക്കും. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തെ അറിയുന്ന വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ, നിങ്ങളെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നിങ്ങളെ ഉയർത്തുമെന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. രക്തജയം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, കഷ്ടതയുടെ തീച്ചൂള നിങ്ങൾക്ക് കടന്നു വരാം, വലിയ പ്രതിസന്ധി കടന്നു വരാം. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ മഹാമാരി എന്ന് പറയുന്ന ദുരന്തം ഒരുപക്ഷെ നമ്മെ തളർത്തി കളയുന്നത് പോലെ ജീവിതത്തിൽ നാം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങൾക്ക് നേരെ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, അവിടെ നിങ്ങൾ ഭാരപ്പെട്ടു പോകാതെ തളർന്നു പോകാൻ നിങ്ങൾ ദൈവസനെ വിശ്വസിക്കുമ്പോഴാണ് നിങ്ങൾ ദൈവം മാനിക്കുക തന്നെ ചെയ്യുന്നത്. സ്തോത്രം. ആമേൻ. 91 സങ്കീർത്തനത്തിന്റെ 15 വാക്യത്തിലേക്ക് വായിക്കും, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്യും. അതേ, കഷ്ടതയുടെ നടുവിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ സ്തോത്രം, ആമേൻ, നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ കഴിയണം. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, ഞാൻ അവനെ ഉത്തരമരുളും, കഷ്ടകാലത്ത് ഞാൻ അവരോട് കൂടെ ഇരുന്ന് അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഇത് യോസേപ്പിന്റെ ജീവിതമായി വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. സ്തോത്രം. ഇന്ന് പകൽ ഈ ദൈവവചനം കേൾക്കുന്നവർ, ഈ സ്നേഹിതരെ, ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നേരെ കടന്നു വരുന്ന എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കാൻ കഴിയും. നിങ്ങൾ തളർന്നു പോകരുത്, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, നിങ്ങൾ മടുത്തു പോകരുത്. ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങൾക്കുണ്ട്, ദൈവത്തിന്റെ ആലോചന നിങ്ങളുടെ മേലുണ്ട്, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ചില പ്ലാനുകളുണ്ട്. പക്ഷേ അത് നിങ്ങളിൽ പൂർത്തീകരിക്കാൻ വേണ്ടി ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുമ്പോൾ ലോകത്തിന്റെ ചില ശക്തികൾ നിങ്ങൾക്കെതിരെ എഴുന്നേറ്റേക്കാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോസേപ്പിന്റെ ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് യോസേപ്പ് അടുക്കും തോറും ആമേൻ, യോസേപ്പിന്റെ കഷ്ടതകൾ കൂടിക്കൊണ്ടിരിക്കുന്നു, യോസേപ്പിന്റെ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ യോസേപ്പ് ദൈവത്തോട് പറ്റിയിരിക്കുന്നതുകൊണ്ട് ദൈവം അവനെ വിടുവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. അതേപോലെ ദൈവം നിങ്ങൾക്ക് ചില വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങളോട് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിലുള്ള ദൂതുകൾ, ദൈവദാസന്മാരിൽ കൂടെ ദൈവം നിങ്ങളോട് നേരിട്ട് ഇടപെട്ടൊക്കെ നിങ്ങൾക്ക് ചില വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം. രക്തജയം. ചില കഷ്ടതകളും ചില പ്രതിസന്ധികളും നിങ്ങൾക്ക് നേരെ കടന്നു വരും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ അതിനെ അതിജീവിക്കുവാൻ കഴിയണം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമലേഖനം 8-28 വാക്യമൊക്കെ വായിക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. അത് ഇന്ന് നിങ്ങളുടെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് നിങ്ങൾക്ക് എണ്ണുവാൻ കഴിയണം. നിങ്ങളുടെ കഷ്ടതകൾ, നിങ്ങളുടെ പ്രതിസന്ധികൾ, നിങ്ങളുടെ ഉപദ്രവങ്ങൾ, ഹല്ലേലൂയ, നിങ്ങൾ വാസ്തവമായി ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ, നിർണയപ്രകാരം നിങ്ങൾ ദൈവത്തെ വിളിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ആമേൻ, നിങ്ങളുടെ കഷ്ടതകളെയെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ കഴിയുന്ന ഒരു നല്ല ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരട്ടെ, ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയണം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ സ്തോത്രം യോസേപ്പ് ഹല്ലേലൂയ തൻ്റെ കൊച്ചു പ്രായത്തിൽ തന്നെ കണ്ട സ്വപ്നങ്ങളും ദർശനങ്ങളും ഓർത്ത് സ്വയം ആശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം യോസേപ്പിന്റെ സ്തോത്രം ഹല്ലേലൂയ കാലുകളെ വില കൊണ്ട് ബന്ധിക്കുമ്പോഴും അവൻ്റെ ഇരുമ്പ് ചങ്ങലയാൽ കൊടുക്കുകയും ചെയ്തപ്പോഴും യോസേപ്പ് തൻ്റെ ചെറു പ്രായത്തിൽ കണ്ട സ്വപ്നങ്ങളെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും ദൈവത്തോട് ചേർന്ന് പറ്റിയിരുന്ന് അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. അതേ സ്തോത്രം. അത് യോസേപ്പിന്റെ ചെറുപ്രായത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മജീവിതത്തിനകത്ത് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദർശനങ്ങളും സ്വപ്നങ്ങളും വാഗ്ദത്തങ്ങളും നിങ്ങൾക്ക് തന്നിരിക്കുന്ന വെളിപ്പാടുകളും നിങ്ങൾ ദൈവസനിൽ വെച്ചുകൊണ്ട് ദൈവസനിൽ നിങ്ങൾ ചേർന്നിരുന്ന് ദൈവത്തോട് പറ്റിയിരുന്ന അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലാതെ നിങ്ങൾ വാടിക്കരിഞ്ഞു പോകുവാനിടയാകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ തൊട്ടാവാടിയെ മുട്ടിക്കഴിഞ്ഞാൽ അത് വാടിപ്പോകുന്ന പോലെ ചില മനുഷ്യരൊക്കെ ഈ തൊട്ടാവാടിയുടെ കാര്യം പറഞ്ഞാൽ അങ്ങോട്ട് മുട്ടിയോണ്ട് വാടിപ്പോകുന്നത് പോലെ നിങ്ങൾ എന്ത് കേട്ടാലും അങ്ങനെ വാടിപ്പോകുവാനല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് നിങ്ങളിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്, ദൈവത്തിന് നിങ്ങളിലൂടെ വൻ പദ്ധതികൾ ചെയ്യുവാനുണ്ട്. ആമേൻ. ദൈവം നിങ്ങളെ വിളിച്ചതാണെന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. രക്തജയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകരം ദൈവവചനത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയട്ടെ. അപ്പം യോസേപ്പ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ഹല്ലേലൂയ. അവന്റെ കാലുകൾ വിലങ്ങുകൊണ്ട് ബന്ധിച്ചു. ഹല്ലേലൂയ. ബലശാലി
ബലശാലിയായി അവൻ്റെ കാലുകൾ ചങ്ങലയുരിഞ്ഞ് വ്രണങ്ങൾ ഉണ്ടായിരിക്കാം. ഏകദേശം 12 വർഷങ്ങൾ അവനതിൽ കടന്നു. അതേ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട യോസേപ്പിൻ്റെ കാലുകളെ അവൻ ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ആ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് അവൻ്റെ കാലുകൾ ഉരഞ്ഞ് അവൻ കാലുകളിൽ തഴമ്പ് വന്ന് ആ തഴമ്പ് പൊട്ടി അനവധി വേദനയുടെ കഷ്ടതയുടെ അനുഭവത്തിലൂടെ യോസേപ്പ് കടന്നു പോകുന്നു. ഹല്ലേലൂയ. അതേപോലെ ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളിൽ കൂടെ നാം ഒരുപക്ഷെ കടന്നു പോകേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം അവിടെ ഭാരപ്പെട്ടു പോകരുത്. നാം ദൈവത്തെ വിശ്വസിക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ വായിക്കുന്നത് അവൻ യഹോവ യോസേപ്പിനോടുകൂടെ ഇരുന്നു കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നക്കത്തവണ്ണം അവൻ്റെ കൃപ നൽകി. അത് നമ്മോട് കൂടെ ദൈവം ഇരിക്കും. ദൈവം നമ്മോട് കൂടെ അവൻ ഉണ്ടെന്നുള്ള ആ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അത് ഇന്ന് പകൽ ഈ ദൈവത്തിൻ്റെ വചനമൊക്കെ വായിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ദൈവവചനത്തിൽ ഹല്ലേലൂയ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയണം. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നമുക്ക് നൽകിത്തരാൻ നല്ലൊരു ദൈവം നമുക്കുള്ളതുകൊണ്ട് ഇന്ന് പകൽ പ്രിയരെ നമുക്ക് ആ ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇവിടെ വചനം പറയുന്നത് സ്തോത്രം. ഹല്ലേലൂയ. വചനം വായിച്ചത് അവൻ ഹല്ലേലൂയ സ്തോത്രം. വചനം വായിച്ച ഇപ്രകാരമാണല്ലോ യോസേപ്പിനെ സംബന്ധിച്ച് വചനം വായിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പു ചങ്ങലയാൽ കുടുങ്ങുകയും ചെയ്തു. ഹല്ലേലൂയ. അത് ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ചില പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ദൈവം നിങ്ങൾ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. ദൈവത്തിനെ വായിക്കുകയില്ല, രക്ഷിപ്പാൻ കഴിയാണ്ട് കൈ മുറിയിപ്പോയില്ല, കേൾപ്പാൻ കഴിയാതെ ചെവി മന്ദമായിട്ടുമില്ലെന്ന് വിശുദ്ധ തിരുവെഴുത്തിനകത്ത് രേഖപ്പെടുത്തുന്ന പോലെ ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന മഹാ കഷ്ടതയുടെ നടുവിൽ നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അതോടെ പ്രിയരെ നാം കടന്നു പോകുന്ന പ്രതിസന്ധി ഒരുപക്ഷെ നിങ്ങൾ യോസേപ്പ് ഇങ്ങനെയുള്ള കഷ്ടമാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ശാരീരികമായി ക്ഷീണിതരായിരിക്കാം, മാനസികമായി ക്ഷീണിതരായിരിക്കാം, സാമ്പത്തികമായി പരാജയമായിരിക്കാം, തലമുറയെക്കുറിച്ചുള്ള ഭാരമായിരിക്കാം, കുടുംബ ജീവിതത്തിലെ പരാജയങ്ങളായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളായിരിക്കാം. അത് ഏത് സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും നിങ്ങൾ ദൈവത്തോട് പറ്റിയിരിക്കുന്നെങ്കിൽ, യേശുക്രിസ്തുവിനോട് പറ്റിയിരിക്കുന്നെങ്കിൽ നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളെ അത് സൗഖ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ആമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ വചനങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായി മാറട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ഇന്ന് പകൽ ഈ കഷ്ടതയുടെ അനുഭവത്തിൽ കടന്നു പോകുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മാതാവ്, പിതാവി, നിങ്ങൾ യോസേപ്പ് ഇങ്ങനെയുള്ള കഷ്ടതയിലൂടെ കടന്നുപോയ ഒരു സ്ഥിതി വഷളാകും തോറും ആമേൻ തൻ്റെ ആദരം കൊണ്ട് ദൈവത്തോട് പെറുപെറുക്കാതെ, ദൈവത്തെ അവിശ്വസിക്കാതെ, ദൈവത്തെ അമേലിൽ മഹത്വം കൊടുത്തതുപോലെ തൻ്റെ ചെറുപ്രായത്തിൽ കണ്ട സ്വപ്നങ്ങളും ദർശനങ്ങളെ സാക്ഷാത്കാരത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവത്തിനെ സമർപ്പിച്ചു കൊടുത്തതുപോലെ ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ മാനിച്ചുയർത്തുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങളെ നിന്ദിച്ചയുടെ മധ്യേ നിങ്ങളെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് പോത്തിഫറിൻ്റെ കോപത്തിൻ്റെ മുമ്പിൽ പോത്തിഫറിൻ്റെ ഭാര്യയുടെ മോഹം നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ അഹങ്കാരത്തിന് മുമ്പിൽ തളർന്നു പോകാൻ യോസേപ്പിനെ ദൈവം അനുവദിച്ചില്ല. യോസേപ്പിനെ പിന്നെ ഇതിൽ മാനിക്കുവാൻ കാരണമായി. അതേപോലെ ദൈവം നിങ്ങളെ മാനിക്കും. ദൈവം നിങ്ങളെ ശക്തമായിട്ട് മാനിക്കും. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്ത് കർത്താവേ. യോസേപ്പിൻ്റെ ജീവിതത്തിനകത്ത് കർത്താവ് വളരെ അവൻ കഷ്ടതയുടെ അനുഭവത്തിൽ കടന്നുപോയപ്പോഴും അതരം കൊണ്ട് ദൈവത്തോട് പിറുപിറുക്കാതെ, ദൈവത്തെ അവിശ്വസിക്കാതെ, ദൈവത്തോട് ചോദ്യചിഹ്നങ്ങൾ ഉന്നയിക്കാതെ ദൈവത്തിനെ താഴ്ത്തി കൊടുത്ത് തൻ്റെ ചെറുപ്രായത്തിൽ കണ്ട സ്വപ്നങ്ങളും ദർശനങ്ങളെ പൂർത്തീകരണത്തിന് വേണ്ടി കാരാഗ്രഹത്തിൽ ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടപ്പോഴും ദൈവത്തിൻ്റെ വിശ്വസ്തനായ യോസേപ്പിനെ പോലെ കർത്താവ് ഇന്ന് പകരം ദൈവത്തിനെ കേൾക്കുന്ന സകലരെയും ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കഷ്ടതയും പ്രയാസങ്ങളും ദുരിതങ്ങളുടെ നടുവിൽ വിശ്വസ്തയോട് നിൽപ്പാകുന്ന കൃപ കൊടുക്കണമേ. ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകാം മഹാവ്യാധി എന്ന മഹാമാരി എന്ന ഈ ദുരന്തത്തിൽ കർത്താവ് ജനസമാധാനമില്ലാതെ കടന്നു പോകുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്ക് ദൈവം ആശ്വാസ സമാധാനം കൊടുക്കണം. കേരളത്തിൻ്റെ 14 ജില്ലകളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. 3.5 കോടി ജനത്തിനായ തലമുറകൾക്ക് വേണ്ടി അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 29 സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. മുഖ്യമന്ത്രിമാർ, MLA-മാർ, ഗവർണർമാർ, കളക്ടർമാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ജില്ലാ ഭരണകൂടത്തിന് പ്രാർത്ഥിക്കുകയാണ്. താലൂക്ക്, ബ്ലോക്ക്, കർത്താവ്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, വില്ലേജ് അധികാരികളൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാരും സഹമന്ത്രിമാരെ ഞങ്ങൾ ഓർക്കുകയാണ്. ഹല്ലേലൂയ. പ്രസിഡന്റായി പ്രാർത്ഥിക്കുന്നു. ഓഫീസ് സ്റ്റാഫിലോട് പ്രാർത്ഥിക്കുന്നു. രാജ്യസഭ ഉപരാഷ്ട്രപതി, കർത്താവ്, MP-മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ പേഴ്സൺ സ്റ്റാഫുകളെ, പ്രൈവറ്റ് സെക്രട്ടറിമാരെ, ചീഫ് സെക്രട്ടറിമാരെ ഓർക്കുകയാണ്. ലോകസഭ
രാജ്യസഭ, നിയമസഭ സ്പീക്കർമാരെ, ഡെപ്യൂട്ടി സ്പീക്കർമാരെ ഞങ്ങൾ ഓർക്കുന്നു. എല്ലാവരുടെയും കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവ് കരസേന, വ്യോമസേന, നാവികസേന മേധാവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിർത്തികൾ കാക്കുന്ന BSF, CRPF പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ വിദേശകാര്യ വകുപ്പിനായി, പ്രതിരോധ വകുപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ അംബാസഡർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. വിവിധ ചാർട്ടേഡ് ഉദ്യോഗസ്ഥന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സുപ്രീം കോടതിയായി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ജഡ്ജിമാർ, അല്ലെങ്കിൽ ഹൈക്കോടതി സെഷൻസ്, മുനിസിപ്പൽ ഫസ്റ്റ് ക്ലാസ് കോടതികൾ, സെക്കൻഡ് ക്ലാസ് കോടതികൾക്കായി, ഉപഭോക്തൃ കോടതി, കുടുംബ കോടതികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ CBI കോടതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കോടതി സംബന്ധമായ എല്ലാ കർത്താവ് ജീവനക്കാരെ അനുഗ്രഹിക്കുന്നതായി പ്രാർത്ഥിക്കുന്നു. IAS, IPS നിൽക്കുന്ന കർത്താവ്, വിവിധ സിവിൽ ഉദ്യോഗസ്ഥന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിയമനിർമ്മാണ രംഗം നിൽക്കുന്ന എല്ലാ നിയമോദ്യോഗസ്ഥരെ, ഭരണതന്ത്രജ്ഞന്മാരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരും ദൈവം സൂക്ഷിക്കണമേ. കേന്ദ്ര സംസ്ഥാന ആഭ്യന്തര വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു. ആഭ്യന്തരമന്ത്രിക്കായി, ആഭ്യന്തര സെക്രട്ടറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ കർത്താവ് പോലീസിനായി പ്രാർത്ഥിക്കുന്നു. ക്രമസമാധാന പാലന രംഗത്ത് അവർ ചെയ്യുന്ന നല്ല സേവനത്തിനായി അവരുടെ കുടുംബങ്ങളെല്ലാം സൂക്ഷിക്കണമേ. ജനങ്ങളുമായി പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാൻ, ജനങ്ങൾ നിയമത്തിന് കീഴ്പ്പെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് പോലീസിൻ്റെ ഇതര വകുപ്പ്, മോട്ടോർ വിഭാഗത്തിനായി, മെക്കാനിക്കൽ മോട്ടോർ വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ തന്നെ കർത്താവ് എക്സൈസ് ഫോഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. വിവിധ ക്യാമ്പുകളിൽ കർത്തായിരിക്കുന്ന പോലീസ് അധികാരികളെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ കർത്താവ് ക്രൈം ബ്രാഞ്ച്, CBI, INTERPOL, രോഗ രഹസ്യാന്വേഷണ പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും ദൈവം അത്ഭുതം ചെയ്യണം. കാർഷിക മേഖലയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കായിക മന്ത്രാലയത്തിൽ ടൂറിസം വകുപ്പിനായി പൊതുമരാമത്തിനായി ഇൻഡസ്ട്രി ബോർഡിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യവസായ വകുപ്പിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കരയിലും കടലിലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവർക്കായി, യാത്ര ചെയ്യുന്നവർക്കായി, നിർമ്മാണ വിൽപ്പനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എയർപോർട്ടിൽ ജീവനക്കാർക്കായി എയർ ഹോസ്റ്റിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കസ്റ്റമർ ഓഫീസർമാരി ഓർക്കുകയാണ്. കർത്താവ് ട്രേഡിംഗ് രംഗത്ത് പണിയെടുക്കുന്നവർക്കായി കർഷക മേഖലയിൽ പണിയെടുക്കുന്നവരായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ കാർഷിക മേഖലയായിരിക്കുന്നത് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. കർത്താവ് വലുതും ചെറുതും അനേക വ്യാപാര സ്ഥാപനങ്ങൾ, കമ്പനികൾ, കർത്താവ് ഇത് കനികൾ, ഇത് ജോലി ചെയ്തതിൻ്റെ നടത്തിപ്പുകാർ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളെല്ലാം ദൈവം മാനിക്കണമേ, അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നത്. താമേ താവാലകം ടെലിഫോൺ സഹകരണമേഖലയും പൊതുമേഖലയിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ കാര്യം പ്രവർത്തിക്കണമേ. കർത്താവിൻ്റെ കേന്ദ്ര ആരോഗ്യവകുപ്പിനായി പ്രാർത്ഥിക്കുന്ന എല്ലാ മെഡിക്കൽ വിഭാഗത്തിൽ ഡോക്ടർമാർ, നഴ്സുമാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കൊറോണ കാലഘട്ടത്തിൽ കർത്താവ് ജീവനെ പോലും കർത്താവ് നോക്കാതെ സേവനം ചെയ്യുന്നവരെ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ തലമുറകളെല്ലാം ദൈവം അനുഗ്രഹിക്കേണ്ട ജോലിയെ സൂക്ഷിക്കണമേ പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്താവ് സ്തോത്രം. അല്ലെ ചാരിറ്റി വർക്ക് ചെയ്യുന്നവർക്കായി, സന്നദ്ധ സംഘങ്ങൾ, സാമൂഹിക വർക്ക് ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അല്ലെ സോഷ്യൽ മീഡിയ പത്രപ്രവർത്തകരോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ്, എഞ്ചിനീയർമാരെയൊക്കെ പ്രാർത്ഥിക്കുന്നില്ലേ. കർത്താവിൻ്റെ ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കായി വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മേഖലയിലും, സഹകരണ മേഖലയിലും പൊതുമേഖല ആയിരിക്കുന്നു എല്ലാം ദൈവം സൂക്ഷിക്കുവാൻ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് ദേശത്തും വിദേശത്തുമായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കുമായി എല്ലാ സകല ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 7 വൻകരകൾക്കായി പ്രാർത്ഥിക്കുന്നു. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്യൻ, ഏഷ്യൻ, ആഫ്രിക്ക, ഓസ്ട്രേലിയൻ രാജ്യങ്ങളോട് 800 കോടി ജനത്തിനായി പ്രാർത്ഥിക്കുകയാണ്. വിദേശ പൗരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിവിധ രാജ്യത്തിൻ്റെ രാഷ്ട്ര തലവന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കർത്താവ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സൂക്ഷിക്കണമേ. രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം കലഹിക്കാതെ സമാധാനത്തിലേക്ക് പോരുവാൻ പ്രാർത്ഥിക്കുകയാണ്. പകൽ നടക്കുന്ന കൊറോണ ടെസ്റ്റ് എല്ലാം നെഗറ്റീവായി മാറുവാൻ, വില്ലേജിൽ കിടക്കുന്നത് ഐശ്വര്യ സൗഖ്യം പ്രാപിക്കട്ടെ. ഭവനത്തെ കൊറോണ സ്ഥലം എല്ലാം സൗഖ്യം പ്രാപിപ്പാൻ, രോഗികളുടെ എണ്ണം വർദ്ധിപ്പാണ്ടയാകരുത്, മരണസംഖ്യ ഉയരാതെ കേരളത്തിൽ, ഭാരതത്തിൽ, ലോകരാജ്യങ്ങളിൽ വീടുവിക്കാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ ഇവർ കൂടി ഏൽപ്പിക്കുകയാണ്. കഷ്ടതയുടെ നടുവിൽ കർത്താവ് ഒരു തേജസ് കാണുവാൻ, കഷ്ടതയുടെ അപ്പുറത്തൊരു മഹത്വം കാണുവാൻ യോസേപ്പിനെ പോലെ സകല ജനത്തെ ഒരുക്കണമേ. അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.